ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. സച്ചിയെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു പോലീസ് ലേഡി വന്നിട്ട് രേവതിയോട് ഇത് നിങ്ങൾ എന്തായാലും ഒരുപാടുള്ള ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? സച്ചിയെ പുറത്തിറക്കാനായിട്ട് രേവതിക്കും ശ്രീകാന്തിനൊക്കെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രേവതിയൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, മഹേഷ് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നേരെ മഹേഷ് പറഞ്ഞ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം എന്തായാലും ഇവിടെ വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും ഇവിടെ വന്ന് ആ ഒരു രണ്ടുപേരും ആ ഒരു പെട്ടി കൈമാറിയത് ഇവിടെ വെച്ചല്ലേ, അപ്പോൾ ഇവിടെ ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടാവാം, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്തോട്ട് കയറാൻ നേരത്താണ് രേവതി ഒരു കാര്യം ശ്രീകാന്തിനെ വിളിച്ച് കാണിച്ചത്. ശ്രീകാന്ത് അത് ക്യാമറയല്ലേ, അപ്പോൾ ആ ക്യാമറയിൽ ഒരു CCTV-യിൽ ഇവിടുത്തെ ദൃശ്യങ്ങൾ ആ ഒരു കാണാൻ പറ്റത്തില്ലേ, അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് പറയുകയും അങ്ങനെ അകത്ത് ഓണറിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. പക്ഷെ ആദ്യം ഓണർ സമ്മതിച്ചില്ല. അതിനുശേഷം രേവതി ഒരുപാട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ അവരെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് രേവതി കരഞ്ഞു പറഞ്ഞപ്പോൾ ആ ഒരു ഓണർക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ അയാളെ സഹായിക്കാമെന്ന് പറഞ്ഞു. CCTV ക്യാമറ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ CCTV ക്യാമറ നോക്കിയപ്പോഴത്തേക്കും മഹേഷിന്റെ കാറ് വന്ന് രണ്ടുപേര് അതിന്റെ അകത്ത് പെട്ടി വെക്കുകയും പിന്നെ മഹേഷ് പോകുന്ന കാഴ്ചയൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചപ്പോഴാണ് രണ്ടുപേര് ഈ പെട്ടി കൊണ്ടുപോയ രണ്ടുപേരുടെ മുഖം രേവതി കണ്ടത്. അപ്പോൾ അത് പോസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് രേവതി നോക്കിയപ്പോൾ രേവതിക്ക് മനസ്സിലായി. കാരണം അന്ന് ഗജാനന്ദന്റെ ആൾക്കാർ തന്നെ തട്ടിക്കൊണ്ടു പോവുകയും അടച്ചിട്ടപ്പോൾ സച്ചി വന്ന് രക്ഷിക്കുകയും എല്ലാം ചെയ്തത് ഈ ഒരു രണ്ടുപേരാണ് എന്നെ തട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ ആ ഒരു രംഗങ്ങൾ ഓർക്കുകയും ഗജാനന്ദന്റെ മുന്നിൽ വെച്ച് ഇവരെയൊക്കെ ഈ ഗജാനന്ദന്റെ ആൾക്കാരെ എല്ലാവരെയും സച്ചി അടിച്ചൊതുക്കുന്ന ആ രംഗമൊക്കെ രേവതി ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഗജാനന്ദന്റെ കൂടെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത് അവന്റെ പണി തന്നെയാണ്, അവനാണ് സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തെളിവ് മതി, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് അവരെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോൾ എന്തായാലും അവരെ രക്ഷിക്കുക എന്ന് ഓണറും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടെ ഒരു തെളിവ് കിട്ടിയ രീതിയിൽ അവർ പുറത്തോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഒരു തെളിവ് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ രക്ഷിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഇത് സച്ചിയുടെ പേരിൽ ഇപ്പം കാറും വിട്ട് മഹേഷിനെ വിട്ടാലും സച്ചി വിടത്തില്ല. സച്ചി പോലീസിനെ അടിച്ചതുകൊണ്ട് തന്നെ അവരെന്തായാലും വിടാനായിട്ട് കൂട്ടാക്കത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും വലിയ ആൾക്കാരെ, ഈ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ പോലീസിൽ തന്നെ ആരെങ്കിലും വിളിച്ച് പറയിപ്പിച്ചാലേ രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ദേവും പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിനെ വർഷ വിളിക്കുന്നത്. അപ്പോൾ വർഷ വിളിച്ചിട്ട് ശ്രീകാന്ത് എവിടെയാണ്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് ആണ്, ഞാൻ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുവാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ നേരത്ത് വർഷ വീണ്ടും പറയുന്നുണ്ട്, നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ, ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് നടന്ന സംഭവങ്ങളൊക്കെ വർഷയോട് പറയുന്നുണ്ട്. അപ്പോൾ വർഷ ഒരു അഡ്രസ്സ് അയച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു അഡ്രസ്സ് അയച്ചു തരാം, ഈ അഡ്രസ്സിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു, നമുക്ക് വഴി ഉണ്ടാക്കാം. അങ്ങനെ വർഷ അയച്ചു കൊടുത്ത ആ ഒരു അഡ്രസ്സിൽ ദേവും രേവതിയും ശ്രീകാന്തും കൂടി എത്തുന്നുണ്ട്. അങ്ങനെ വർഷയെ കണ്ടു, ഇതെന്റെ ഏട്ടത്തിയുടെ അനിയത്തിയാണ്, സംഭവം ഇങ്ങനെയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വർഷയോട് രേവതി പറയുകയും ഇപ്പോൾ സച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്താ ഉറപ്പാണ് എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ CCTV-യിൽ കണ്ടു, CCTV-യിൽ സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശത്രുക്കളുണ്ട്, അവർ ചെയ്തതാണ് എന്ന് രേവതി പറയുന്നുണ്ട്. എന്തായാലും ഇത് ACP-യുടെ വീടാണ്, എൻ്റെ ACP-യുടെ മകനും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ആ ഒരു പരിചയത്തിൽ ഞാൻ ഒരുപാട് വട്ടം ഈ വീട്ടിൽ വന്നിട്ടുമുണ്ട്, അവർക്ക് എന്നെ അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് കേൾക്കും എന്ന് വർഷ പറഞ്ഞ് വർഷയുടെ ഉറപ്പിൽ അവർ അകത്തോട്ട് കയറി ആ ഒരു ACP-യുടെ ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ACP-യുടെ ഭാര്യ പറഞ്ഞത്, ACP ഇവിടെ ഇല്ല, എൻ്റെ ഭർത്താവ് ഒരു മീറ്റിങ്ങിന് ഡൽഹിയിൽ പോയിരിക്കുവാണ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ എത്രത്തോളം വിശ്വസിക്കും,
ഇപ്പോൾ അയാള് കുറ്റക്കാരനല്ല എന്നിരിക്കട്ടെ, അതിന് എന്ത് തെളിവാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ACPയുടെ ഭാര്യ പറയുമ്പോൾ രേവതി ഒരുപാട് കരഞ്ഞു പറയുവാണ്, എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോ അയാളുടെ ഭാര്യയാണ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നത് അല്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ കള്ളം പറയാറില്ല, എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് ശത്രുക്കൾ കുടിക്കിയതാണ്. എന്നിട്ട് രേവതിയുടെ താലി കാണിച്ചിട്ട്, ഇത് എന്റെ താലി സത്യം, ഞാൻ ഒരു കള്ളം പറയുന്നതല്ല, എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ACPയുടെ ഭാര്യയോട് പറയുകയും അവർക്കത് കേട്ടപ്പോൾ വിശ്വാസം വന്നു. കാരണം ഒരിക്കലും താലി വെച്ച് നമ്മൾ കള്ളം പറയത്തില്ലല്ലോ. അങ്ങനെ അവർക്ക് വിശ്വാസം വന്നു. അങ്ങനെ അവർ നേരെ ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് ചോദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, സച്ചിയെ എത്രയും പെട്ടെന്ന് വിടാനും പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ രേവതിയും ശ്രീകാന്തും എല്ലാവരും നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് പോവാണ്. ഈ സമയത്ത് അവിടുത്തെ CI അവിടെ പോലീസുകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചിയും കൂട്ടുകാരനെ വിടാനായിട്ട് ACPയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ACPയുടെ ഭാര്യ പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ACP വിളിക്കും, പിന്നെ വേറെ പുകിലാവും, പിന്നെ വലിയ പ്രശ്നങ്ങളോട്ട് പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് SI പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ പ്രകാരം SI പറഞ്ഞുവെങ്കിലും വേറൊരു പോലീസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം സച്ചി ഈ പോലീസുകാരനെ അടിച്ചതാണ്. അപ്പോൾ ഇത് വണ്ടി വിട്ടുകൊടുത്താലും അവൻ എന്നെ അടിച്ചതാണ്, ആ ഒരു നാണക്കേട് എനിക്ക് ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് അവനെയും അവന്റെ കൂട്ടുകാരനെയും വിട്ടാലും എന്തായാലും അവന്റെ കാർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് മറ്റൊരു പോലീസ് കോൺസ്റ്റബിളിനോട് ഇയാൾ പറയുകയും എന്തായാലും അവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രേവതിയും ശ്രീകാന്തും എല്ലാവരും വന്നു. CI കണ്ടു. CI പറയുന്നുണ്ട്, ഞാൻ പോലീസില് ACPയുടെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, എന്തായാലും അവരെ വിട്ടയക്കാമെന്ന് സച്ചിയും കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടം വന്നു. കാരണം ഒരുപാട് ഇടിച്ച് ചതച്ച രീതിയിലാണ് സച്ചിയെ കാണേണ്ട അവസ്ഥ രേവതിക്ക് വന്നത്. അങ്ങനെ രേവതി ഓടിപ്പോയി സച്ചിയെ ചേർത്ത് നിർത്തിയിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടോ, അപ്പോൾ അതേ വേദനിക്കുന്നുണ്ടെന്ന് സച്ചി രേവതിയോട് പറയുകയും രേവതി തന്റെ ആ ഒരു സാരിയുടെ തുമ്പെടുത്ത് സച്ചിയുടെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതിയെ ഒരുപാട് കരഞ്ഞു നിൽക്കുന്ന രേവതിയുടെ മുഖം സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ പോവാൻ നേരത്ത് സച്ചി CIയോട് പറയുന്നുണ്ട്, എന്തായാലും സാറിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഒരു പോലീസുകാരനെ ഞാൻ അടിച്ചു, അറിയാതെ അടിച്ചതാണ്, മനഃപൂർവ്വം അടിച്ചതല്ല. പക്ഷേ എന്റെ കൂട്ടുകാരനെ എന്റെ മുന്നിൽ വെച്ച് അടിച്ചത് കണ്ടിട്ടാണ് ഞാൻ അടിച്ചത്. പക്ഷേ നമ്മളെ പോലീസുകാർ അടിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ പോലീസുകാരനെ നമ്മൾ അടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, നമ്മൾ എന്ത് മനുഷ്യരല്ലേ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോൾ പോലീസുകാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, കണ്ടോ ഇത്ര അടിച്ചിട്ടോ അവന്റെ ചങ്കൂറ്റം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചങ്കൂറ്റം എന്റെ ഉള്ളിലുള്ളതാണ് സാറേ, അതൊരിക്കലും മായത്തില്ല എന്നൊക്കെ രണ്ട് ഡയലോഗൊക്കെ വെച്ച് കാച്ചിട്ട് നമ്മുടെ സച്ചി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കാറിന്റെ കീ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും സച്ചി അടിച്ച പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും കീ തരാൻ പറ്റത്തില്ല, നിങ്ങളെ രണ്ടുപേരെയും വിടാനായിട്ടാണ് ACP വിളിച്ച് പറഞ്ഞത്, കാർ വിട്ടു തരാനായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കാർ വിട്ടു തരാൻ പറ്റത്തില്ല എന്ന് പറയുകയും ഒരുപാട് വട്ടം സച്ചി ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരെ കോടതിയിൽ പോയി കാർ വാങ്ങിച്ചാൽ മതി, എനിക്ക് വിട്ടു തരാൻ പറ്റത്തില്ല എന്ന് സച്ചിയോട് പോലീസുകാരൻ പറയുന്നുണ്ട്. പക്ഷെ സച്ചിയും രേവതിയും മാറി മാറി പറയുവാണ്, ഞങ്ങൾക്ക് കാറില്ലാതെ പറ്റത്തില്ല, കാരണം ഈ ഒരു കാർ ഓടിച്ചിട്ടാണ് നിത്യവരുമാനം ഞങ്ങൾ കണ്ടെത്തുന്നത്. സച്ചിൻ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ലോണുണ്ട്, അപ്പൊ ഈ കാർ ഓടിച്ചാൽ മാത്രമേ അതിന്റെ വരുമാനം കിട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസുകാരൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എത്രയൊക്കെ കരഞ്ഞാലും നിങ്ങൾ കോടതിയിൽ പോയി കാർ വാങ്ങിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും രേവതിയും ശ്രീകാന്തും ഒക്കെ ഇടപെട്ടത് പ്രകാരം നമ്മുടെ സച്ചിയെ വിട്ടയച്ചുവെങ്കിലും കാറ് വിട്ടയക്കാനായിട്ട് പോലീസുകാർ തയ്യാറാവുന്നില്ല. ഇനി സച്ചിയുടെ കാറിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രേവതി എന്തെങ്കിലും ചെയ്യുമോ? അതായത് ഇപ്പോൾ സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രേവതി സച്ചിയുടെ കാറും കൂടി നേടിക്കൊടുക്കാനായിട്ട് സഹായിക്കുമോ? ഇനി ഇതിന്റെ പേരിൽ സച്ചിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത്? എന്തായാലും ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് രേവതി ഇതുവരെ സച്ചിയെ അറിയിച്ചിട്ടില്ല, സച്ചി അറിഞ്ഞിട്ടില്ല. ഇനി സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.